കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി നായകനായ ഒരു സിനിമയ്ക്ക് അത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഭരണഘടനയെ ബാധിക്കുന്ന ഒരു വിഷയം പോലെ തന്നെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പൊ ഇനി പേരിടുമ്പോൾ ആരെയും പേരിടാൻ പാടില്ല. ജാനകി പാടില്ല, മംഗലശ്ശേരി നീലകണ്ഠൻ പാടില്ല. അതെല്ലാവരും ദൈവങ്ങളുടെ പേരാണ്. മംഗലശ്ശേരി നീലകണ്ഠൻ മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ് ശ്രീ മോഹൻലാലിന്റെ. അപ്പൊ നീലകണ്ഠനൊക്കെ ഇനി എടുത്ത് മാറ്റുന്നല്ലോ. അപ്പൊ രണ്ടാമത് ഇനി സെൻസർ ബോർഡ് പറയും നീലകണ്ഠനെ മാറ്റിയിട്ട് നീലകണ്ഠൻ എന്ന് പറഞ്ഞ മഹാദേവന്റെ പേരാണ്, പരമശിവന്റെ ശ്രീ പരമേശ്വരന്റെ പേരാണ്. അതുപോലെ ജാനകി എന്നുള്ള പേര് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ എത്രയോ സിനിമയിൽ. അപ്പൊ എത്രമാത്രം തരം താണിരിക്കുന്നു ഡൽഹിയിൽ ഇരിക്കുന്നവരെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സിനിമയിൽ പോലും എല്ലാത്തിലും കൈയെടുത്താണ്. അധികാരത്തിന്റെ ഇത് കൈയെടുത്താണ്. ഒരു കാരണവശാലും ഞങ്ങൾ അവരുടെ കൂടെയാണ്, പൂർണ്ണമായും അവരുടെ കൂടെയാണ്. അല്ല ഞാനിത് അദ്ദേഹത്തെ വിവാദപ്പെടുത്തില്ല. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിലാണ് ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും കേന്ദ്രത്തിലെ ഈ സെൻസർ ബോർഡിൽ ഇരിക്കുന്നവർ ഇവന് ഇതുപോലത്തെ ആളുകളാണ് സെൻസർ ബോർഡിൽ പിടിച്ചു വെച്ചിരിക്കുന്നത്. ജാനകി എന്നുള്ള പേര് മാറ്റിയാലേ ആ പടത്തിന് റിലീസ് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായ പേരാണ് ജാനകി എന്നുള്ള പേര്. എത്ര മനോഹരമായ ഒരു പേരാണ് ജാനകി എന്നുള്ള പേര്. ആ പേര് സീതാദേവിയുടെ പേരായതുകൊണ്ട് അത് സിനിമയ്ക്ക് പാടില്ല. അങ്ങനെ എത്രയോ കഥാപാത്രങ്ങൾ, നമ്മൾ ഓരോ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ മലയാളത്തിലും മറ്റു ഭാഷകളിൽ ഇറങ്ങിയിരിക്കുന്ന കഥാപാത്രങ്ങൾക്കൊക്കെ ദൈവവുമായി സാമ്യമുള്ള ഒരുപാട് ബന്ധമുള്ള പേരുകളുണ്ട്. ഇനിയിപ്പോൾ പത്രോസ് എന്നുള്ള പേരിടാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് പുണ്യാളനല്ലേ അല്ലേ? ഒരു പേരിടാൻ പറ്റില്ലല്ലോ. എല്ലാ നമ്മുടെ സിനിമയിൽ ഒക്കെയുള്ള പേരും നമ്മുടെ നോവലുകളിൽ, ഇപ്പൊ അടുത്ത സംഭവം പറയാൻ പോകുന്ന നോവലുകളിലൊന്നും പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വരും. ഇന്ത്യ ഏത് നൂറ്റാണ്ടിലേക്കാണ് ഇവർ വലിച്ചുകൊണ്ട് പോകുന്നത്? ഞങ്ങൾ അവരുടെ കൂടെയാണ്. അല്ലെന്നേ, അത് അവരുടെ ഒരു അഭിപ്രായം അവർ പറഞ്ഞു. പലതരത്തിലുള്ള വ്യത്യാസം അവരോട് സംസാരിക്കുന്നേ, അവരുമായിട്ട് സംസാരിക്കുക. അവർക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. വേഷവിധാനം കൊണ്ട് അത് ചെയ്യാം. നമ്മളെന്തിനാ ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്നത്? അല്ലല്ലേ ഞാൻ ചെയ്യട്ടെ, നിങ്ങൾ എല്ലാവരും സൂംബ ഡാൻസ് ചെയ്യണം, ചെയ്തേ മതിയാവും എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യട്ടെ, നിങ്ങളെല്ലാവരും സൂംബ ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ MLA-മാർ 140 MLA-മാരും രാവിലെ വ്യായാമത്തിന്റെ ഭാഗമായി സൂംബ ഡാൻസ് ചെയ്യണം. അത് ഞാൻ ചോദിച്ചോട്ടെ, ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമോ? നിങ്ങളുടെ സ്ഥാപനത്തിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എല്ലാ ജീവനക്കാരും നിങ്ങളുടെ മാനേജ്മെന്റ് രാവിലെ നോട്ടീസ് തരുവാണ്, എല്ലാവരും രാവിലെ സൂംബ ഡാൻസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ടെന്നേ. അത്രയും നിർബന്ധങ്ങളാണ്. ഞാനിതിനെതിരൊന്നുമല്ല. കുട്ടികൾ സൂംബ ഡാൻസ് ചെയ്യുന്നതിനൊന്നും ഞാൻ എതിരായിട്ടുള്ള ആളൊന്നുമല്ല. കുട്ടികൾ ചെയ്യട്ടെ, അതല്ല. അതൊന്നും അടിച്ചേൽപ്പിച്ച് നമ്മളെ, ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഒന്നും ഇട്ട് കൊടുക്കരുത്. നമ്മളായിട്ട് ഇട്ട് കൊടുക്കരുത്. ഇത് ആളിക്ക് എത്തിക്കാൻ വേണ്ടി ഒന്നും ഇട്ട് കൊടുക്കരുത്. അപ്പൊ ബുദ്ധിപൂർവ്വമാണ്, കൗശലത്തോടു കൂടിയാണ്. ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അതും കൂടിയാണ്. ബുദ്ധിപൂർവ്വം ചെയ്യണം. അല്ല ഞാൻ പറഞ്ഞല്ലോ, എന്റെ അഭിപ്രായം പറഞ്ഞല്ലോ.